ഭാസൻ തൻ്റെ ജന്മാന്തര കാഴ്ചകൾ വിവരിക്കുകയാണ്. നമുക്ക് 44-ാമത്തെ ശ്ലോകം മുതൽ വായിച്ചു തുടങ്ങാം. അന്യത്ര പർവ്വത നിതംബ കദംബ കച്ഛേ നീതാനി താപസതയോത്തമയാ ദിനാനി പ്രാപ്യൈകവസ്ത്വഭിനിവേശ വിഷൂചികാത്ത ചിത്തേന താന്തമതിനാമതിനാമയാന്തഃ. ഞാൻ മറ്റൊരു സ്ഥലത്ത് ഒരു താപസനായി ജീവിച്ചു. ഓരോന്നും ഓരോ ലോകത്താണ്, അല്ലെങ്കിൽ വേറെ വേറെ പ്രദേശങ്ങളിലാണ്. അന്യത്ര പർവ്വത നിതംബ കദംബ ഗച്ഛേ, ധാരാളം കദംബ വൃക്ഷങ്ങൾ നിറഞ്ഞിട്ടുള്ള ഒരു പർവ്വത പ്രദേശത്ത്, ആ പർവ്വതത്തിൻ്റെ താഴ്വരയിൽ താപസതയോത്തമയാ ദിനാനി, ഉത്തമനായ ഒരു താപസനായി ഞാൻ കഴിഞ്ഞുകൂടി. എല്ലാം ഒരാളാണ്. ദേവകന്യകയായിട്ടും കുറുക്കനായിട്ടും ഒക്കെ ഇന്നലെ നമ്മൾ കണ്ടില്ലേ, മരമായിട്ടും ഒക്കെ എല്ലാം ഈ വിപശ്ചിത്ത് തന്നെയാണ്. ഉത്തമനായ ഒരു താപസനായി ഞാൻ പല ദിവസങ്ങൾ കഴിച്ചുകൂട്ടി. പ്രാപ്യൈക വസ്തു അഭിനിവേശ വിഷൂചികാത്ത ചിത്തേന, ഒന്ന് വേണം, ഒന്നിനെ പ്രാപിക്കണം, അല്ലെങ്കിൽ ഒന്നിനെ അനുഭവിക്കണം എന്നുള്ള അതിശക്തമായ അഭിനിവേശമാകുന്ന വിഷൂചിക ബാധിച്ച മനസ്സോടുകൂടിയവനായി ഞാൻ. വിഷൂചിക എന്ന് പറഞ്ഞാൽ നമ്മൾ കോളറ എന്ന് പറയും. കോളറ എന്നുള്ളതിന് അതായത് ഛർദിലും അതിസാരവും രണ്ടും കൂടെ ജോഡിയായിട്ട് വരും. ജോഡിയിൽ രാജി സകലതും എന്ന് പറഞ്ഞ് പണ്ട് ഗോലി കളിക്കുമ്പോൾ നമ്മൾ പറയും. അതുപോലെ ജോഡിയായിട്ട് വരുന്ന അസുഖങ്ങളുണ്ട്. ഒരെണ്ണം വന്നാൽ തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. ഉദാഹരണത്തിന് പല്ലുവേദനയും വയറിളക്കവും. പല്ലുവേദന വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ പൊത്തി പിടിച്ചുകൊണ്ട് ഒരു സ്ഥലത്ത് ഇങ്ങനെ കിടക്കാനേ പറ്റത്തുള്ളൂ. വയറിളകുമ്പോൾ ടോയ്ലറ്റിൽ പോകാതിരിക്കാനും പറ്റില്ല. ഇങ്ങനെ രണ്ടെണ്ണം ചേർന്ന് വരും. അതായത് വേറൊരു കോമ്പിനേഷൻ പറയാം. എനിക്കുള്ള ഒരു കോമ്പിനേഷൻ പ്രമേഹവും കിഡ്നി സ്റ്റോണും. കിഡ്നി സ്റ്റോൺ വന്നു കഴിഞ്ഞാൽ ഡോക്ടർ പറയും ധാരാളം വെള്ളം കുടിക്കണമെന്ന്. ഇത് വെള്ളം കുടിക്കാതെ തന്നെ ഇഷ്ടം പോലെ മൂത്രം പോകുന്നുണ്ട് പ്രമേഹം കാരണമായിട്ട്. ഇപ്പോൾ ഇത് രണ്ടും കൂടെ വന്നു കഴിഞ്ഞാൽ സ്റ്റോണും പ്രമേഹവും, അങ്ങനെ മഹാപാപം ചെയ്തിട്ടുണ്ടാവും. ആ ചുമയും ശ്വാസം മുട്ടലും. ചുമയ്ക്കുമ്പോൾ ശ്വാസം മുട്ടൽ കൂടും. ശ്വാസം മുട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ചുമയ്ക്കാനും പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനെ കോമ്പിനേഷൻസ് ഉണ്ട്. പിടയ്ക്കും. ഇപ്പോൾ പ്രാപ്യൈക വസ്തു അഭിനിവേശ വിഷൂചിക, പ്രാപിക്കേണ്ട ഒന്നുണ്ട് എന്ന് തീരുമാനിച്ച അതിനെ എങ്ങനെയെങ്കിലും ഞാൻ നേടുക തന്നെ ചെയ്യും, അല്ലെങ്കിൽ അനുഭവിക്കുക തന്നെ ചെയ്യും എന്നുള്ള വിഷൂചിക. വിഷൂചിക എന്നുള്ളതിന് കോളറ എന്നാണ് അർത്ഥം. അതായത് ഛർദിലും ഉണ്ടാവും, വയറിളക്കവും ഉണ്ടാവും. അങ്ങനെയുള്ള കോളറ എൻ്റെ മനസ്സിനെ ബാധിച്ചു. അതൊരു അസുഖമാണ്. അങ്ങനെ താന്തമതിന, എൻ്റെ മനസ്സ് വളരെ ക്ഷീണിച്ചു പോയി. അമതിന, ബുദ്ധി നശിച്ചവനായി ഞാൻ ഓരോ ബ്രഹ്മാണ്ടങ്ങളിൽ ചുറ്റിത്തിരിഞ്ഞു. തദനന്തരം അമതിന അവിവേകേന, ഓരോ ജന്മങ്ങളായി ഇങ്ങനെ വർണ്ണിച്ചുകൊണ്ട് വരികയാണ്. ദുർബുദ്ധിയായ അല്ലെങ്കിൽ ബുദ്ധിശൂന്യനായ എന്ന് പറഞ്ഞാൽ അവിവേകിയായ ഞാൻ ഏകവസ്തുനി അവിദ്യാന്ത ദർശന ലക്ഷണേ, ഒരൊറ്റ കാര്യത്തിൽ മാത്രം മനസ്സ് ഏകാഗ്രപ്പെട്ടവനായി. എന്താണ്? അവിദ്യയുടെ അന്തം കാണണം എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തോടു കൂടിയവനായി. യോഭിനിവേശ തല്ലക്ഷണയാ വിഷൂചിക, മനസ്സിൻ്റെ ഒരു അഭിനിവേശമാണ്. അഭിനിവേശം എന്ന് പറഞ്ഞാൽ അടങ്ങാത്ത കൊതി, അതിശക്തമായ ആഗ്രഹത്തെയാണ് അഭിനിവേശം എന്ന് പറയുന്നത്. സ്നേഹം, പ്രേമം എന്നൊക്കെ പറയാം, അതിനേക്കാളും ശക്തി കൂടിയതാണ് അഭിനിവേശം. അപ്പം അങ്ങനെ ഒരു അഭിനിവേശം ആകുന്ന ആ ലക്ഷണത്തോടു കൂടിയ വിഷൂചികയാൽ
ആത്തം വശീകൃതം ചിത്തം യസ്യ, എൻ്റെ മനസ്സ് ആ വിഷൂചികയാൽ ബാധിക്കപ്പെട്ട, വിഷൂചിക ശരീരത്തിൽ വരുന്ന രോഗമാണ്, പക്ഷേ മനസ്സിനെയും ഇങ്ങനെ വിഷൂചിക ബാധിക്കാറുണ്ട്. മനസ്സിന് കുഷ്ഠരോഗം വന്നാൽ എന്തായിരിക്കും? ദുഷ്ടചിന്തകൾ, അതാണ് മനസ്സിനെ ബാധിക്കുന്ന കുഷ്ഠരോഗം. തൊലിപ്പുറത്ത് വരുന്ന ഒരു രോഗമാണ് ഈ കുഷ്ഠമെന്ന് പറയുന്നത്. മനസ്സിനെ കുഷ്ഠരോഗം ബാധിച്ചു കഴിഞ്ഞാൽ അത്ര കണ്ട് ദുഷിച്ച മനസ്സ് എന്നർത്ഥം. അങ്ങനെയുള്ള ഒരു മനസ്സോട് കൂടിയവനായി തഥാവിധേന അതയേവ താന്ത ഗ്ലാനാമതിഹി യസ്യ, ഈ വിഷൂചികയാകുന്ന രോഗം എൻ്റെ മനസ്സിനെ അല്ലെങ്കിൽ ബുദ്ധിയെ ബാധിച്ച് അത് തളർന്ന് ക്ഷീണിച്ച് വിവേകവും നശിച്ച് തഥാവിധേന മയ അന്തർനിർവേദം പ്രാപ്യ, ഉള്ളിൽ ഒരു നിർവേദം എന്ന് പറഞ്ഞാൽ വിരക്തി എന്നാണ് അർത്ഥം. അന്തർനിർവേദം പ്രാപ്യ, ഇങ്ങനെ മനസ്സിൽ ഒരു വിരക്തി ഉണ്ടായി. അന്യത്ര പർവ്വത നിതംബ കദംബ കച്ഛേ താപസതയാ ദിനാനി നീതാനി, ഈ ദൃശ്യങ്ങളുടെ അന്തം കാണണം എന്നുള്ള ആഗ്രഹത്തിന് അല്പം ശമനം ഉണ്ടായി. ഞാനൊരു പർവ്വതത്തിൻ്റെ താഴ്വരയിൽ, ധാരാളം കദംബ വൃക്ഷങ്ങൾ ഇടതൂർന്ന് വളർന്നിട്ടുള്ള പർവ്വതത്തിൻ്റെ താഴ്വരയിൽ താപസതയാ ദിനാനി നീതാനി, തപസ്വിയായി ഒരു മുനിയായി ദിവസങ്ങൾ തള്ളി നീക്കി. ബ്രഹ്മാണ്ഡ സംപൂരിതമന്യദസ്തി ജലേ ചരാശേഷ ദിഗന്ധഭൂതം സന്ദിഗ്ധതേജോംബര വാതസത്തം ജലസ്ഥഭൂതാകൃതി മാത്രഭൂമി. അത് കഴിഞ്ഞിട്ട് മറ്റൊരു ബ്രഹ്മാണ്ഡത്തിൽ ഞാൻ ജനിച്ചു. അവിടെ എന്താണ് കണ്ടത്? ഇത്തം സ്വജന്മ പരമ്പരാ വർണ്ണനാന്തരാളെ, തൻ്റെ ജന്മപരമ്പരകളെ വർണ്ണിക്കുന്നതിനിടയ്ക്ക് ബലാത് സ്മൃതാനി അത്യാശ്ചര്യാണി കാനിചിത് ഉത്കണ്ഠയാ വക്തുമാരഭതെ. ജന്മപരമ്പരകളെ ഇങ്ങനെ വർണ്ണിച്ചുകൊണ്ട് വരുമ്പോൾ അതിനിടയ്ക്ക് ചില അത്യാശ്ചര്യകരങ്ങളായ ചില സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ചില ജന്മങ്ങൾ അല്ലെങ്കിൽ ഇദ്ദേഹം കണ്ട കാഴ്ചകൾ, അതിനെയും വിപശ്ചിത്ത് ഇടയ്ക്ക് പറയുകയാണ്. ഹേ മുനെ, അല്ലയോ വിശ്വാമിത്ര മഹർഷേ, അന്യദേകം അത്യാശ്ചര്യമസ്തി തച്ഛൃണു, മറ്റൊരു അത്യന്തം ആശ്ചര്യജനകമായ ഒരു കാര്യം കൂടെ ഞാൻ കണ്ടു, അത് പറയാൻ കേട്ടോളൂ. കീദൃശം തത്, എങ്ങനെയുള്ളതായിരുന്നു ആ അനുഭവം അല്ലെങ്കിൽ കാഴ്ച? ബ്രഹ്മാണ്ഡൈരനന്തൈഹി സമ്പൂരിതം, അനേകം ബ്രഹ്മാണ്ഡങ്ങളാൽ നിറഞ്ഞ ഒരു ആകാശത്തെ ഞാൻ കണ്ടു. ജലേജരാ ഇവ അശേഷ ദിഗന്ധസ്ഥിതാനി ഭൂതാനി യത്ര തഥാവിധം, എങ്ങനെയാണോ ഒരു ജലാശയത്തിൻ്റെ ഉള്ളിൽ ധാരാളം ജലചാരികളായ ജീവികൾ കാണപ്പെടുന്നത്, തവള, മീൻ, അതുപോലെയുള്ള ധാരാളം, പ്രധാനമായിട്ടും മത്സ്യങ്ങളാണല്ലോ. ഒരു ജീവികളെ കൊണ്ട് നിറയ്ക്കപ്പെട്ട ഒരു ജലാശയത്തിൽ എങ്ങനെയാണോ പലതരം മത്സ്യങ്ങളും എല്ലാം സ്ഥിതി ചെയ്യുന്നത്, അതുപോലെ അനേകം ജീവജാലങ്ങൾ തിങ്ങി നിറഞ്ഞിരിക്കുന്ന ഒരു ലോകത്തെ ഞാൻ കണ്ടു. ജലാചരാ ഇവേദി ദൃഷ്ടാന്ത താത്പര്യം വിവൃണ്വൻ വിശനഷ്ടി. എങ്ങനെയാണോ ജലത്തിൻ്റെ ഉള്ളിൽ ഇഷ്ടംപോലെ ജീവികളുണ്ട്, കുഞ്ഞു കുഞ്ഞു ജീവികൾ ധാരാളമുണ്ട്. കരയിലുള്ളതിനേക്കാളും കൂടുതൽ വെള്ളത്തിലുണ്ട്. അതുകൊണ്ടാണ് ആ ഉപമയെ ഇവിടെ അംഗീകരിക്കുന്നത്. സന്ദിഗ്ധ തേജോംബരവാദാഖ്യാനാം ത്രയാണാം മഹാഭൂതാനാം സത്ത യസ്മിൻ. ആ ലോകത്ത് 3 തരത്തിലുള്ള ഭൂതങ്ങൾ, അതായത് അഗ്നി, വായു, ആകാശം, ഇത് 3ഉം ഉണ്ടോ എന്ന് ഒരാൾ സംശയിക്കും. അതായത് 5 ഭൂതങ്ങളിൽ 3 ഭൂതങ്ങൾ ഉണ്ടോ എന്ന് സംശയം ജനിപ്പിക്കുന്ന ഒരു ലോകം എന്ന് പറഞ്ഞാൽ കരയും കടലും മാത്രമേ ഉള്ളൂ, ഭൂമിയും ജലവും മാത്രമേ ഉള്ളൂ. മറ്റ് 3 ഭൂതങ്ങൾ
ആ ലോകത്തിൽ ഇല്ല എന്ന് തന്നെ തോന്നും. അങ്ങനെയുള്ള ഒരു ലോകത്തിൽ ഞാൻ എത്തിച്ചേർന്നു, അല്ലെങ്കിൽ ജനിച്ചു. ജലസ്ഥം ജലേ പ്രതിബിംബിതം ഭൂതമിവ ആകൃതി യസ്യാഹ തഥാവിധാകൃതി മാത്ര ഭൂമി യസ്മിൻ. അവിടെ ഭൂരിഭാഗവും ജലമായിരുന്നു. ജലത്തിൽ ജീവികൾ പ്രതിഫലിക്കുന്നുവോ എന്ന് തോന്നും. ജീവികളുടെ നിഴലുകൾ വെള്ളത്തിൽ വീഴുന്നത് പോലെ തോന്നും. പക്ഷേ വാസ്തവത്തിൽ അവ നിഴലുകളല്ല, ജീവികൾ തന്നെയാണ്. അതായത് ഇഷ്ടം പോലെ ജലജീവികളുള്ള ഒരു ലോകത്തെ ഞാൻ കണ്ടു. തദിദമീഷദ് വ്യാകൃതനാമരൂപാവസ്ഥം ബ്രഹ്മൈവ അത്യാശ്ചര്യമസ്തീത്യർത്ഥഃ. ബ്രഹ്മത്തിൻ്റെ തന്നെ ഒരു വികാരമാണ് പഞ്ചഭൂതങ്ങൾ. എല്ലാ ഭൂതങ്ങളും പരമാത്മാവിൻ്റെ ഒരു രൂപവിശേഷമാണ്. അങ്ങനെയുള്ള അത്യാശ്ചര്യം ജനിപ്പിക്കുന്ന ഭൂതങ്ങളുള്ള ഒരു ലോകത്തെ ഞാൻ അനുഭവിച്ചു. അതൊക്കെ കാണുമ്പോൾ എനിക്ക് എന്തെന്ന് കാരണം, നമ്മൾ സ്വപ്നത്തിൽ പോലും കാണാൻ സാധ്യതയില്ലാത്ത പല ലോകങ്ങളെയാണ് ഈ വിപശ്ചിത്ത് അഥവാ ഭാസൻ താൻ അനുഭവിച്ചതായി വർണ്ണിക്കുന്നത്. അപ്പോൾ ഇതൊന്നും നമുക്ക് ഭാവന പോലും ചെയ്യാൻ പറ്റില്ല. എത്ര ഭാവനാസമ്പന്നനായ ഒരു വ്യക്തിയുടെ ഉള്ളിൽ പോലും ഇങ്ങനെയുള്ള ഭാവനകൾ ഉണ്ടാവാൻ പറ്റില്ല. അത്രയ്ക്കും അവിശ്വസനീയവും അത്യാശ്ചര്യകരങ്ങളുമാണ് ഈ വിപശ്ചിത്തിൻ്റെ കാഴ്ചകൾ. കൂടുതൽ വിവരണമൊന്നും ആവശ്യമില്ല, ഇതിനെ വായിച്ചു പോവാം. ഏകത്ര ദൃഷ്ടാ വനിതാമയൈക തസ്യാ ശരീരേ ത്രിജഗന്ധി ഭാന്തി പ്രതിബിംബിതാനീവ സുദർപ്പണേന്ദരാകാരശൈലാദി ദിഗാദിമന്തി. അങ്ങനെ ഞാൻ ഈ ജന്മപരമ്പരകളിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഒരു സ്ഥലത്ത് ഒരു സ്ത്രീ നിൽക്കുന്നത് കണ്ടു, ഒരു വനിത. ഏകത്ര ദൃഷ്ട വനിതാ മയൈക, ഒറ്റയ്ക്ക് നിൽക്കുന്ന ഏകാകിനിയായ ഒരു വനിതയെ ഞാൻ കാണാനിടയായി. പക്ഷേ അത് സാധാരണ ഒരു സ്ത്രീയല്ല. തസ്യാ ശരീരേ ത്രിജഗന്ധി ഭാന്തി, ആ സ്ത്രീയുടെ ശരീരത്തിൽ ത്രിഭുവനങ്ങളും പ്രതിഫലിക്കുന്നു. ത്രിഭുവനങ്ങൾ കണ്ണാടിയുടെ ഉള്ളിൽ ഒരു വസ്തു എന്ന പോലെ ഈ സ്ത്രീയുടെ ശരീരത്തിൽ പ്രതിബിംബിച്ചിരിക്കുന്നത് ഞാൻ കണ്ടു. പ്രതിബിംബിതാനീവ സുദർപ്പണേന്തഃ, നല്ല തെളിഞ്ഞ തുടച്ച് വൃത്തിയാക്കപ്പെട്ട ഒരു കണ്ണാടിയുടെ ഉള്ളിൽ വസ്തുക്കളുടെ പ്രതിബിംബങ്ങൾ എങ്ങനെയാണോ വളരെ വ്യക്തമായി പ്രതിബിംബിക്കുന്നത്, അതുപോലെ ഈ സ്ത്രീയുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ ആകാശം, ശൈലം, ദിക്കുകൾ തുടങ്ങിയവ പ്രതിഫലിച്ചിരിക്കുന്നതായി ഞാൻ കണ്ടു. അതാരാണ് ആ സ്ത്രീ? ആ സ്ത്രീയുടെ പേരാണ് ചിത്ത്, ബോധം, ചൈതന്യം. ചിത്ത് എന്ന് പറഞ്ഞാൽ, ആ ചിത്ത് എന്നുള്ള വാക്ക് സ്ത്രീലിംഗ ശബ്ദമാണ്. ആത്മാ എന്ന വാക്ക് പുല്ലിംഗമാണ്. ബ്രഹ്മം എന്നുള്ള വാക്ക് നപുംസകലിംഗമാണ്. ഇങ്ങനെ ത്രിലിംഗങ്ങളിലും ആത്മാവിന് പേരുണ്ട്. വാസ്തവത്തിൽ അത് 3 ലിംഗങ്ങളും ഇല്ലാത്തതാണെങ്കിലും 3 ലിംഗങ്ങളിലുള്ള വാക്കുകൾ കൊണ്ട് അതിനെ മഹർഷിമാർ സൂചിപ്പിക്കുന്നു. അപ്പോൾ ദർപ്പണത്തിൻ്റെ ഉള്ളിൽ പ്രതിഫലിക്കുന്ന വസ്തുക്കൾ എന്ന പോലെ ത്രിഭുവനങ്ങളും ഈ സ്ത്രീയുടെ ശരീരത്തിൽ പ്രകാശിച്ചു, അല്ലെങ്കിൽ പ്രതിഫലിച്ചു. അങ്ങനെയുള്ള ഒരു സ്ത്രീയെ കണ്ടു എന്നാണ്. തച്ച ആശ്ചര്യ കളധൗത ശിലാന്യായേന വനിതാശരീരാദി സർവപദാർത്ഥേഷ്വപി സർവജഗദ്ഗർഭം പ്രത്യേകം പര്യാപ്തമസ്തീത്യേതത്തത്ര ആശ്ചര്യാന്തരം മയാ ദൃഷ്ടമിതി വക്തും കാഞ്ചിത് വനിതാമുദാഹരതി. നേരത്തെ ഇതുപോലെ അനേകം കാഴ്ചകളെ ഒരു സ്വർണ്ണശിലയുടെ ഉള്ളിൽ കണ്ടതായി വസിഷ്ഠ മഹർഷി വർണ്ണിച്ചു. കളധൗതം എന്ന് പറഞ്ഞാൽ സ്വർണ്ണം എന്നാണ് അർത്ഥം. ഒരു സ്വർണ്ണ പർവ്വതത്തിൻ്റെ ഉള്ളിൽ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ പ്രതിഫലിച്ച് നിൽക്കുന്നതായി കണ്ടു എന്ന് പറഞ്ഞു. അതുപോലെ ഇവിടെ
ഒരു വനിതാ ശരീരത്തിൽ സകല പദാർത്ഥങ്ങളും സകല ജഗത്തുക്കളെ തൻ്റെ ഉള്ളിൽ ധരിച്ചിരിക്കുന്ന ഒരു ജനിപ്പിക്കുന്ന സ്ത്രീയെ കണ്ടു എന്നാണ് പറയുന്നത്. തസ്യാഹ വനിതായാഹ ശരീരെ, ആ സ്ത്രീയുടെ ശരീരത്തിൽ സുദർപ്പണേ അന്തഃപ്രതിബിംബിതാനീവ, തെളിഞ്ഞ ഒരു കണ്ണാടിയുടെ ഉള്ളിൽ എങ്ങനെയാണോ വസ്തുക്കളുടെ നിഴലുകൾ പ്രതിഫലിക്കുന്നത്, അതുപോലെ ആകാശശൈലാദി സഹിത ദിക്കാല പ്രാണ്യാദിമന്തി ത്രിജഗന്ധി ഭാന്തി തദത്യന്ത ആശ്ചര്യമിത്യർത്ഥ. ആകാശം, പർവ്വതങ്ങൾ, ഇവയോടുകൂടിയ ദിക്കുകൾ, പ്രാണിവിശേഷങ്ങൾ ഇതെല്ലാം ആ സ്ത്രീയുടെ ശരീരത്തിൽ പ്രതിബിംബിച്ചിരിക്കുന്നതായി ഞാൻ കണ്ടു. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? പ്രതിബിംബിച്ചിരിക്കുന്നതായി. കണ്ണാടിയുടെ ഉള്ളിൽ വസ്തുക്കളുടെ പ്രതിബിംബങ്ങളെ നമ്മൾ കാണുന്നു. പക്ഷേ അതൊന്നും വസ്തുവല്ല എന്ന് നമുക്കറിയാം. പക്ഷേ വസ്തു എന്ന പോലെ നമ്മൾ കാണുന്നുണ്ടല്ലോ ദർപ്പണത്തിൻ്റെ ഉള്ളിൽ. അതുപോലെ ഇതൊക്കെ ഒരു നിഴൽ രൂപത്തിൽ അല്ലെങ്കിൽ ഛായാരൂപത്തിൽ ഈ സ്ത്രീയുടെ ശരീരത്തിൽ പ്രതിഫലിച്ചിരിക്കുന്നതായി ഞാൻ കണ്ടു. എന്ത്? അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ. ആ സ്ത്രീയോട് ഞാൻ 1-2 ചോദ്യം ചോദിച്ചു. അതാണ് ഇനി പറയുന്നത്. ചുമ്മാ കണ്ടിട്ട് പോകാൻ പറ്റത്തില്ലല്ലോ. ഹോട്ടലിൽ ആരെങ്കിലും കണ്ടാൽ നമ്മൾ എന്തെങ്കിലും 4 കൊച്ചുവർത്താനം പറയാതെ പോകുന്ന ഒരു ശീലം നമുക്കില്ല. പ്രത്യേകിച്ച് സ്ത്രീകളാണെങ്കിൽ ഒരു കാര്യമില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സൊറ പറഞ്ഞിട്ട് പോകും. ഇതാണ് പുരുഷന്മാരുടെ സ്വഭാവം. അപ്പോൾ ആ ഒരു നിയമത്തിന് അപവാദം അല്ലാത്ത രീതിയിൽ ഇവിടെ ഈ വിവശ്യത്ത് ആ സ്ത്രീയോട് ചോദിക്കുകയാണ്. പൃഷ്ടാമയാസൗ വരഗാത്രികാസി ശരീരമേതച്ച കിമീദൃശം തേ തയോക്തമംഗേഹ ചിദസ്മി ശുദ്ധ മമാംഗമേതാനി മഹാജഗന്തി. ആ സ്ത്രീ എന്നാൽ ചോദിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഞാൻ ആ സ്ത്രീയോട് ചോദിച്ചു, ഹേ വരഗാത്രി, അല്ലയോ സുന്ദരി, നീ കാണാൻ അതിസുന്ദരിയാണ്, സുന്ദരമായ ഒരു ശരീരം നിനക്കുണ്ട്. കാസി, നീ ആരാണ്? ശരീരമേതച്ച കിമീദൃശന്തേ, നിന്റെ ശരീരം എന്തുകൊണ്ട് ഇങ്ങനെ കാണപ്പെടുന്നു? ഒരു സ്ത്രീയുടെ ശരീരത്തിനുള്ളിൽ കണ്ണാടിക്കുള്ളിൽ കാണപ്പെടുന്ന വസ്തുക്കളുടെ നിഴലുകൾ പോലെ ത്രിഭുവനങ്ങൾ പ്രതിഫലിച്ചിരിക്കുന്നു. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ശരീരത്തോട് കൂടിയവളായി നീ കാണപ്പെടുന്നു എന്ന് ഞാൻ ചോദിച്ചപ്പോൾ തയോക്തമംഗേഹ ചിദസ്മി ശുദ്ധ, അവൾ എന്നോട് പറഞ്ഞു, കുഞ്ഞേ, മോനെ എന്നാണ് വിളിച്ചത്, മോനെ, ശുദ്ധാ ചിദസ്മി, ശുദ്ധമായ ചൈതന്യം, ബോധം, അഖണ്ഡ ചിത്താണ് ഞാൻ. മമാംഗമേതാനി മഹാജഗന്തി, അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ എൻ്റെ ശരീര അവയവങ്ങളാണ് എന്ന് ആ സ്ത്രീ മറുപടി പറഞ്ഞു. ചിത്തിനെയാണ് കണ്ടത്. ആ ചിത്തിനെ എങ്ങനെ കാണാൻ പറ്റും? ചിത്തിൻ്റെ ഉള്ളിൽ ഈ പ്രപഞ്ചങ്ങളൊക്കെ പ്രതിഫലിക്കുന്നതായി നമുക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. എല്ലാം ചിത്തിൽ കാണപ്പെടുന്ന നിഴലുകളാണ് എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള വർണ്ണനകൾ. ഹേ അംഗ, അല്ലയോ കുഞ്ഞേ എന്നാണ് വിളിക്കുന്നത്. അധസ വനിത മയാ പൃഷ്ട, ആ സ്ത്രീയോട് ഞാൻ ചോദിച്ചു, ഹേ വരഗാത്രി, അല്ലയോ സുന്ദരി, നീ ത്വം കാസി, നീ ആരാണ്? തേ ഏതത് ശരീരമീദൃശം ത്രിജഗദ്ഘടിതം കിമിതി, ത്രിഭുവനങ്ങൾ നിന്റെ ഈ ശരീരത്തിൽ എങ്ങനെ പ്രതിഫലിക്കുന്നു എന്ന് ഞാൻ ചോദിച്ചു. തതസ്തയാ മാം പ്രത്യുക്തം, എൻ്റെ ചോദ്യത്തിന് ആ സ്ത്രീ മറുപടി പറഞ്ഞു, ഹേ അംഗ, അല്ലയോ കുഞ്ഞെ, ഇഹ അസ്മിൻ വസ്തുജാതെ, ഈ പ്രപഞ്ചത്തിൽ യാ ശുദ്ധാചിത്, ഏതൊരു ശുദ്ധമായ ചിത്തുണ്ടോ, സർവ അവഭാസികാ സാഹമസ്മി, എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്നത് ഞാനാണ്. ചിത്തില്ലെങ്കിൽ ഒന്നിനെയും നമുക്ക് ഉള്ളതായി അറിയാൻ പറ്റില്ല. എല്ലാറ്റിനെയും പ്രകാശിപ്പിച്ചു തരുന്നത്, അനുഭവിപ്പിച്ചു തരുന്നത് ഈ ചിത്താണ്. അതുകൊണ്ട് ചിത്തിൻ്റെ അവയവങ്ങളാണ് അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ. ആ അവയവരൂപത്തിലുള്ള ബ്രഹ്മാണ്ടങ്ങളെയാണ് ഈ സ്ത്രീയുടെ ശരീരത്തിൽ
ഭാസൻ കണ്ടത്. ഇമാനിച്ച മഹാജഗന്തി മമ അംഗം മൂർത്താമൂർത്താത്മകം ശരീരം. ഈ ജഗത്തുക്കളെല്ലാം തന്നെ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ എൻ്റെ ശരീരമാണ്. രൂപത്തോട് കൂടിയവയും രൂപമില്ലാത്തവയും എല്ലാം എൻ്റെ അംഗങ്ങൾ തന്നെ. ഇങ്ങനെയുള്ള ഒരു ശരീരമാണ് ചിത് സ്വരൂപിണിയായ എനിക്കുള്ളത്. ദ്വേവാവ ബ്രഹ്മണേ രൂപേ മൂർത്തം ജൈവാമൂർത്തം ച. ഉപനിഷത്തിൽ നിന്ന് ഒരു വാക്യം ഉദ്ധരിക്കുകയാണ്. ബ്രഹ്മത്തിന് 2 രൂപങ്ങളുണ്ടെന്ന്. എന്താണ് 2 രൂപം? മൂർത്തം ചൈവ അമൂർത്തം ച. മൂർത്തവും അമൂർത്തവും. മൂർത്തം എന്ന് പറഞ്ഞാൽ സ്ഥൂലം എന്നർത്ഥം, ഇന്ദ്രിയങ്ങൾക്ക് വിഷയമാകുന്നത്. അമൂർത്തം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയ ഗോചരമല്ലാത്തത്, ഇന്ദ്രിയങ്ങൾ കൊണ്ട് പിടിച്ചെടുക്കാൻ പറ്റാത്തത്. ഇങ്ങനെ ബ്രഹ്മത്തിന് 2 രൂപങ്ങളുണ്ട് എന്ന് ശ്രുതി പറയുന്നു. വേറൊരു കൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ കൊട്ടേഷൻ ഗാങ് അല്ല, വേറൊരു ഉപനിഷത്തിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്. യസ്യ സർവാണി ഭൂതാനി ശരീരം ഇത്യാദി ശ്രുതേരിതി ഭാവഃ. ഏതൊരു ആത്മാവിൻ്റെ ശരീരമാണോ അല്ലെങ്കിൽ അവയവങ്ങളാണോ സകല പ്രപഞ്ച ഘടകങ്ങളും. ആത്മാവിനെ അങ്ങനെയേ മനസ്സിലാക്കാൻ പറ്റൂ. അത് അത്യന്തം സൂക്ഷ്മമാണ്. പക്ഷേ ആ സൂക്ഷ്മ ചൈതന്യത്തിലാണ് അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ, രൂപങ്ങളോട് കൂടിയവയും രൂപങ്ങളില്ലാത്തവയുമായ എല്ലാം ഈ ചിത്തിലാണ് പ്രതിഫലിക്കുന്നത്. അതുകൊണ്ട് ഈ പ്രപഞ്ചം ആത്മാവിൻ്റെ ഒരു അംഗമാണ് അല്ലെങ്കിൽ അവയവമാണ്. ഇങ്ങനെയുള്ള ശ്രുതിവാക്യങ്ങളെ വ്യാഖ്യാതാവ് ഉപോദ്ബലകമായി ചേർത്തിട്ടുണ്ട്. ഒരു കാര്യം പറയുമ്പോൾ, ഒന്നിനെ വ്യാഖ്യാനിക്കുമ്പോൾ സമാന ആശയങ്ങളുള്ള വാക്യങ്ങളെ പല ഗ്രന്ഥങ്ങളിൽ നിന്നും എടുത്ത് കോർത്തിണക്കി അവതരിപ്പിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ കുറച്ചുകൂടെ വ്യക്തമായി തീരും. അതുകൊണ്ടാണ് വ്യാഖ്യാതാവ് അങ്ങനെ ചെയ്യുന്നത്. യഥാഹമേവം സ്മയദേഹികേയം സർവം തഥൈവാംഗന ചിത്രമേതതേ അന്യൈ സ്വഭാവോ വിദിതോ ന ശുദ്ധോ യഥാ ന പശ്യന്തി തദേത്ഥമംഗ. യഥാ അഹം ഏവം സ്മയദേഹികേയം. സ്മയം എന്ന് പറഞ്ഞാൽ വിസ്മയം എന്നർത്ഥം. ഇങ്ങനെ ആശ്ചര്യം ജനിപ്പിക്കുന്ന ഒരു ശരീരമാണ് എനിക്കുള്ളത്. സർവം തഥൈവാംഗ ന ചിത്രമേതത്. എല്ലാം എൻ്റെ തന്നെ അവയവങ്ങളാണ്. എന്നിൽ നിന്ന് അന്യമായി, എന്നിൽ നിന്ന് വേറിട്ട് ഒന്നും ഇവിടെ നിലനിൽക്കുന്നില്ല. അങ്ങനെയുള്ള ഒരു വിചിത്ര ശരീരിണിയാണ് ഞാൻ. ഇതിൽ അല്പം പോലും ആശ്ചര്യപ്പെടേണ്ട കാര്യം ഇല്ല. കാണുന്നവർക്ക് ആശ്ചര്യം തോന്നും. ഒരേ ചിത്തിൽ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ നിഴൽ രൂപത്തിൽ പ്രതിഫലിക്കുന്നു. ഒന്നും വാസ്തവമല്ല, എല്ലാം മായയാണ്. പക്ഷേ എല്ലാം ഉള്ളതുപോലെ വ്യക്തമായി ജീവന്മാർക്ക് അനുഭവപ്പെടുന്നു. അന്യൈ സ്വഭാവോ വിദിതഃ ന ശുദ്ധഃ. മറ്റുള്ളവർ എന്ന് പറഞ്ഞാൽ സാധാരണക്കാർ, അജ്ഞാനികൾ, നിന്നെപ്പോലെയുള്ളവർ, നിന്നെപ്പോലെ അല്ലാത്തവർ. അതായത് ഇവിടെ ഭാസനെ ഒരു ജ്ഞാനിയായിട്ടാണ് ആ സ്ത്രീ ചിത്രീകരിക്കുന്നത്. നിന്നെപ്പോലെ അല്ലാത്തവർ എന്ന് പറഞ്ഞാൽ തികഞ്ഞ അജ്ഞാനികൾ എൻ്റെ ഈ ശുദ്ധമായ രൂപത്തെ വേണ്ടവണ്ണം അറിയുന്നില്ല. ചിത്തിൻ്റെ ശുദ്ധമായ രൂപം എന്ന് പറഞ്ഞാൽ നിഴലുകൾ പ്രതിഫലിക്കാത്ത ചിത്ത് എന്നർത്ഥം. അതായത് ദൃശ്യങ്ങളുടെ അനുഭവം ഇല്ലാത്ത കേവല ചൈതന്യം. അതിനെ നിന്നെപ്പോലെയുള്ളവർ മാത്രമേ അറിയുന്നുള്ളൂ. സാധാരണക്കാർ അതിനെ അറിയാൻ ശക്തരല്ല. അന്യൈ സ്വഭാവോ വിദിതോ. ഇതെൻ്റെ സ്വഭാവമാണ് എന്ന് പറയുന്നു എന്നാണ് പറയുന്നത്. ചിത്തിൻ്റെ സ്വഭാവമാണ് ഒരു കാരണവുമില്ലാതെ തന്നിൽ അനേകം ദൃശ്യങ്ങളെ ഉണ്ടാക്കി കാണിക്കുക എന്നത്. അങ്ങനെ ഉണ്ടാക്കി കാണിക്കാനുള്ള അന്തർലീനമായ ഒരു ശക്തി, നൈസർഗികമായ ഒരു ശക്തി ഈ ചിത്തിൻ്റെ ഉള്ളിലുണ്ട്. ആ ശക്തിയെയാണ് മായ എന്ന് വേദാന്തികൾ പറയുന്നത്. അത് വാസ്തവത്തിൽ
ആത്മാവ് തന്നെയാണ്. മായ വേറെ, ആത്മാവ് വേറെയല്ല. ശക്തിയും ശക്തനും ഒരിക്കലും വേറിട്ട് നിൽക്കാൻ പറ്റില്ല. ശക്തി ശക്തനെ ആശ്രയിച്ചിരിക്കും. ശക്തന് എപ്പോഴും ശക്തി ഉണ്ടായിരിക്കുകയും ചെയ്യും. പക്ഷേ ഒരു വ്യത്യാസമുണ്ട്. ശക്തന് വേണമെങ്കിൽ തൻ്റെ ശക്തിയെ പ്രകടിപ്പിക്കാം, പ്രകടിപ്പിക്കാതെയും ഇരിക്കാം. അതുപോലെ ഈ ചിത്തിൽ മായ പ്രകടമാകുമ്പോഴാണ് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ ഉള്ളതുപോലെ തോന്നുന്നത്. മായാശക്തിയെ ഈ സർവേശ്വരൻ പ്രകടിപ്പിക്കാതെ ഇരുന്നാൽ അദ്ദേഹം മാത്രമേ ഉള്ളൂ. ശുദ്ധചിത്തായി അദ്ദേഹം ബാക്കി നിൽക്കും. യദാന പശ്യന്തി തദേത്ഥമംഗ. അല്ലയോ കുഞ്ഞെ, നീ ചിത്തിലാണ് അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ പ്രതിഫലിച്ചിരിക്കുന്നത് എന്ന് കണ്ടു. എൻ്റെ ശരീരത്തിൽ ത്രിഭുവനങ്ങൾ പ്രതിബിംബിച്ചിരിക്കുന്നതായി നീ കണ്ടില്ലേ? അതുകൊണ്ട് നീ തെളിഞ്ഞ ബുദ്ധിയുള്ളവനാണ്. നിർമ്മല ബുദ്ധി നിനക്കുണ്ട്. പക്ഷേ എല്ലാവർക്കും അങ്ങനെയുള്ള നിർമ്മല ബുദ്ധി ഉണ്ടാവുകയില്ല. അതുകൊണ്ട് സാധാരണക്കാർ, അജ്ഞാനികൾ, ലൗകികന്മാർ എൻ്റെ ഈ ശുദ്ധമായ രൂപത്തെ കാണുന്നില്ല, അറിയുന്നില്ല. ഹേ അംഗ, ഇയം ത്വദൃഷ്ടാഹം, നിന്നാൽ ഇപ്രകാരം കാണപ്പെട്ട ഞാൻ, യഥാ ജഗദ്ഘടിതത്വാത് സ്മയോ വിസ്മയ ആശ്ചര്യ തദ്യോഗ്യ ദേഹവതി. അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ ഒരു ശരീരത്തിൽ പ്രതിബിംബിച്ചിരിക്കുന്നു. വിശ്വരൂപം ശ്രീകൃഷ്ണൻ കുരുക്ഷേത്രത്തിൽ കാണിച്ചു കൊടുത്തപ്പോൾ അർജുനനും കണ്ടത് ഇതേ കാഴ്ചയാണ്. അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ ഈ കുരുക്ഷേത്രവും കുരുക്ഷേത്ര ഭൂമിയിൽ യുദ്ധം ചെയ്യാനായി തയ്യാറായി നിൽക്കുന്ന പാണ്ഡവ കൗരവ സേനകളും എല്ലാം ഒരു ദേശത്ത്, ഒരേ സ്ഥലത്തിൽ എന്ന് പറഞ്ഞാൽ ആ ഭഗവാന്റെ ദിവ്യദേഹത്തിൽ പ്രതിഫലിക്കുന്നതായി അർജുനൻ കണ്ടു. പക്ഷേ അങ്ങനെ ഒരു കാഴ്ച കാണാൻ അർജുനന് ഭഗവാന്റെ സഹായം വേണ്ടി വന്നു. ദിവ്യം ദദാമി തേ ചക്ഷുഹു, നിനക്ക് ദിവ്യചക്ഷുസ് ഞാൻ നൽകാം. സാധാരണ മനുഷ്യനേത്രങ്ങൾ കൊണ്ട് ഇങ്ങനെ ഒരു കാഴ്ച കാണാൻ പറ്റില്ല. എല്ലാം ഒന്നിൽ ഒരേ സമയത്ത് ഒരേ ഇടത്തിൽ പ്രതിഫലിച്ചിരിക്കുന്നത് കാണണമെങ്കിൽ ദിവ്യമായ ചക്ഷുസ് വേണം. അങ്ങനെ ശ്രീകൃഷ്ണൻ അർജുനന് ദിവ്യചക്ഷുസ് നൽകിയത് കൊണ്ട് ആ ചക്ഷുസിലൂടെ നോക്കിയപ്പോഴാണ് അർജുനന് ദിവ്യമായ ആ കാഴ്ച കാണാൻ പറ്റിയത്. പക്ഷെ അത് കണ്ട് അർജുനൻ വല്ലാതെ ഭയന്നുപോയി. കൃഷ്ണ, എനിക്ക് വേണ്ട, നിൻ്റെ ഈ ഭീകരരൂപം ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്കെൻ്റെ പഴയ കൃഷ്ണൻ, എൻ്റെ ഭാര്യയുടെ സഹോദരൻ അല്ലെങ്കിൽ അളിയൻ, അളിയാ നീ നിൻ്റെ സ്വരൂപത്തിൽ വന്നാൽ മതി. ഏതാണോ നിൻ്റെ രൂപം, അതാണ് മയിൽപ്പീലി ചൂടിയ, പുല്ലാങ്കുഴൽ ധരിച്ച, മഞ്ഞപ്പട്ടുടുത്ത ആ കൃഷ്ണനായി വന്നാൽ മതി. ഈ രൂപമൊക്കെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് വല്ലാണ്ട് പേടി തോന്നുന്നു. കാരണം കാലരൂപിയായ പുരുഷനാണ്. ആ ഭഗവാന്റെ വാക്യകത്ത് ഭീഷ്മദ്രോണാദികൾ പാഞ്ഞു കയറുന്നു. ആ ഭീഷ്മൻ, ദ്രോണൻ തുടങ്ങിയ കൗരവാദികളെ തൻ്റെ ദംഷ്ട്രകൾക്കിടയ്ക്ക് വെച്ച് കടിച്ച് ചതച്ച് അരയ്ക്കുകയാണ് ചെയ്യുന്നത്. ആര്? ഈ പുരുഷൻ. ഇതൊക്കെ കണ്ടപ്പോൾ അർജുനൻ വല്ലാതെ ഭയന്നുപോയി. ആൽഫ്രഡ് ഹിച്ച്കോക്കിൻ്റെ ഹൊറർ ഫിലിം കാണുന്ന ഒരു പ്രതീതിയാണ് അർജുനനുണ്ടായത്. പണ്ടത്തെ ഒരു ഈ ഭീകര സിനിമകളൊക്കെ എടുക്കുന്നത്, അതായത് ഹൊറർ പടങ്ങളെന്ന് നമ്മൾ പറയാറില്ലേ, അതൊക്കെ ഡയറക്റ്റ് ചെയ്യുന്നത് ആൽഫ്രഡ് ഹിച്ച്കോക്ക് എന്ന് പറയുന്ന ഒരു ആളായിരുന്നു. ഇപ്പം പിന്നെ എല്ലാവരും ഭൂത് എന്ന് പറഞ്ഞിട്ട് ഒരു ഹിന്ദിയിലൊരു പടം എടുത്തിട്ടുണ്ട് ഇവിടെ, ഒരു ഹൊറർ പടം. അതിന് അവർ വലിയ ഇതൊക്കെ പബ്ലിസിറ്റിയൊക്കെ കൊടുത്തു. ഒരു തിയേറ്ററിൽ ഒറ്റയ്ക്കിരുന്ന് ആ സിനിമ കാണണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വെല്ലുവിളിക്കുന്നു. അപ്പോൾ അതിനാരും ധൈര്യപ്പെടത്തില്ല എന്നുള്ളതാണ് അവിടെ. അത്ര ഭീകരമായിരിക്കുന്നതാണ് ഭൂതം എന്നർത്ഥം ഹിന്ദിയിൽ. ഇവിടെ ഈ ലോകത്ത് നടക്കുന്നത് മുഴുവൻ ഓരോ തരത്തിലുള്ള ഭൂതങ്ങളാണ്. ഒന്നുമില്ലെങ്കിലും പഞ്ചഭൂതങ്ങളുണ്ടല്ലോ നമുക്ക്.
അവയെ കാണാൻ തന്നെ നമുക്ക് വല്ലാത്ത ഭയമാണ്. പേമാരി, കൊടുങ്കാറ്റ്, തീ, ഭൂമി കുലുക്കം, എല്ലാം ഇതിങ്ങനെ തന്നെയാണ്, ഇങ്ങനെയാണല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരു വിചിത്ര കാഴ്ച മറ്റാർക്കും കാണാൻ സാധിക്കുകയില്ല. നിനക്കത് കാണാൻ കഴിഞ്ഞു, കാരണം നീ നിർമ്മല ദൃഷ്ടിയുള്ളവനാണ്. അപ്പോൾ ഇത് അത്യന്തം വിസ്മയം ജനിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ്. തദ് യോഗ്യ ദേഹവതി, അങ്ങനെ ആരെയും വിസ്മയിപ്പിക്കാൻ കഴിവുള്ള ഒരു ശരീരത്തോട് കൂടിയവളാണ് ഞാനെന്ന് പറഞ്ഞാൽ ചിത്ത ചൈതന്യം. യഥാ ഘടിതത്വാത് സ്മയോ വിസ്മയ ആശ്ചര്യം തദ് യോഗ്യ ദേഹവതി തഥാ ഇതം സർവമേതത്. ഇങ്ങനെ കാണുന്നവർക്ക് ആശ്ചര്യവും അതോടൊപ്പം ഭയവും ജനിപ്പിക്കുന്ന ഒരു ശരീരത്തോട് കൂടിയവളായിരുന്നു ഈ സ്ത്രീ. അതായത് ചിത്ത് തന്നെയാണ് ഒരു സ്ത്രീയായി വർണ്ണിക്കുന്നു, അത്രയേ ഉള്ളൂ. സർവമേതത് സ്തംഭകുംഭാദി വസ്തുജാതമപി. സ്തംഭം കുംഭം, സ്തംഭം തൂണ്, കുംഭം കുടം, ഈ ലോകത്തുള്ള ജഡവും ചേതനവുമായ സകലതും ചിത്തിലാണ് ഉള്ളതായിത്തീരുന്നത്. സർവജഗദ്ഘടിതത്വാത് വിചിത്രം അത്യാശ്ചര്യഭൂതമേവ. വിചിത്രങ്ങളായ കാഴ്ചകളാണ് ഈ പ്രപഞ്ചത്തിൽ, അത്യന്തം ആശ്ചര്യം ജനിപ്പിക്കുന്നവയുമാണ്. തർഹി അന്യൈഹി പൃഥക് ജനൈരപി സർവം വസ്തു ഇത്തം കുതോന ദൃശ്യതേ തത്രാഹ. അങ്ങനെയാണെങ്കിൽ സാധാരണക്കാർ, ലൗകികന്മാർ അല്ലെങ്കിൽ അജ്ഞാനികൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു കാഴ്ച കാണുന്നില്ല എന്നാണ് നിന്റെ ചോദ്യമെങ്കിൽ അല്ലെങ്കിൽ സംശയമെങ്കിൽ, യഥാ ഇത്തം സ്വഭാവഃ പ്രതിവസ്തു ന വിദിതഃ. വസ്തു സ്വഭാവമാണ് ചിത്ത് എന്ന് പറയുന്നത്. ചിത്താണ് എല്ലാമായി തീർന്നിരിക്കുന്നത്. പ്രതിവസ്തു എന്ന് പറഞ്ഞാൽ ഓരോ വസ്തുവും ചരമോ അചരമോ ആയ, ജീവനുള്ളതോ ജീവനില്ലാത്തതോ ആയ ഓരോന്നും ചിന്മയമാണ്. എല്ലാം ചിത്ത് കൊണ്ട് നിറയ്ക്കപ്പെട്ടിരിക്കുന്നു. ചിത്തിൽ പൊന്തി, ചിത്തിൽ നിലനിന്ന് ചിത്തിൽ തന്നെ തിരിച്ചു ലയിക്കുന്നവയാണ്. ഈ സ്വഭാവം സാധാരണക്കാർ മനസ്സിലാക്കുന്നില്ല. എല്ലാം ബ്രഹ്മമാണ് എന്ന സത്യം സാധാരണക്കാർക്ക് പിടികിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാഴ്ച അവർക്ക് കാണാൻ കഴിയാത്തത്. തഥാ ഇത്തം ന പശ്യന്തി യഥാ ത്വാദിവാഹികമാത്രഭാവ ദൃഢീകാരേ വിദിതോ ഭവിഷ്യതി. ആദിവാഹികത്വം എന്ന ഗുണത്തെ ഒരാൾ മനസ്സിലാക്കിയാൽ അപ്പോൾ മാത്രമേ ഈ ചിത്ത് എന്താണ് എന്ന് പിടികിട്ടുകയുള്ളൂ. എന്താണ് ആദിവാഹികത്വം? സൂക്ഷ്മത്വം. സ്ഥൂലം സൂക്ഷ്മം എന്ന് രണ്ട് ഭാവങ്ങളുണ്ട് പ്രപഞ്ചത്തിൽ. സ്ഥൂലം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരുപോലെ കാണാനും കേൾക്കാനും മണക്കാനും രുചിക്കാനും സ്പർശിക്കാനും 5 ഇന്ദ്രിയങ്ങളിലൂടെ അനായാസേന എല്ലാവർക്കും അനുഭവിക്കാൻ കഴിയുന്നത് സ്ഥൂലം. അങ്ങനെ അത്ര പെട്ടെന്ന് അറിയാൻ കഴിയാത്തത് സൂക്ഷ്മം. അപ്പോൾ ആദിവാഹികമാ സ്വഭാവം എന്ന് പറഞ്ഞാൽ സൂക്ഷ്മത്തിനെ കാണാനുള്ള ശക്തി നമുക്ക് ലഭിക്കുമ്പോൾ മാത്രമേ ഈ ചിത്ത് എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. ആദിവാഹികമാത്രഭാവ ദൃഢീകാരെ, അതിന് ഈ സൂക്ഷ്മത്തെ എങ്ങനെയാണ് അറിയുക എന്ന് ചോദിച്ചാൽ സ്ഥൂലം എന്നുള്ള സങ്കല്പത്തെ പരിത്യജിക്കണം. സ്ഥൂലത്തിൽ നമ്മുടെ മനസ്സ് പറ്റരുത്. സ്ഥൂലത്തെ മനസ്സ് താണ്ടിക്കടക്കണം, സ്ഥൂലത്തിനപ്പുറത്ത് പോകണം. അപ്പോഴാണ് സൂക്ഷ്മമായതിനെക്കുറിച്ചുള്ള അറിവ് ഉള്ളിൽ ഉദിക്കുന്നത്. അപ്പോൾ ആദിവാഹികത്വത്തിൽ ദൃഢത നേടണം. ആദിവാഹികതയിൽ നമ്മുടെ ബുദ്ധി ഏകാഗ്രപ്പെട്ടാൽ സൂക്ഷ്മം എന്താണെന്ന് മനസ്സിലാകും. അങ്ങനെ സൂക്ഷ്മം എന്താണെന്ന് മനസ്സിലാക്കിയാണ് സൂക്ഷ്മങ്ങളിൽ വെച്ച് സൂക്ഷ്മമായിരിക്കുന്ന ഈ ചിത്തിനെ ഒരാൾ സാക്ഷാത്കരിക്കുന്നത്. തഥാ ദ്രക്ഷ്യന്ത്യേവ തേബീതി ഭാവ. സൂക്ഷ്മത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിഞ്ഞാൽ കുഞ്ഞെ, നീ കണ്ട കാഴ്ച മറ്റുള്ളവർക്കും കാണാൻ കഴിയും.
ഇതാണ് ആ സ്ത്രീ ഭാസനോട് പറഞ്ഞത്. അവേദശാസ്ത്രേണ ജഗത്യശേഷൈർഭൂതൈ സ്വദേഹാലയ ഭിത്തിഭാഗാത് ഏതദ്വിധേയം ന വിധേയമേതദ് ധ്വനിസ്വതഃ ശ്രൂയത ഏവ നിത്യം. വ്യാഖ്യാനം തന്നെ വായിക്കാം. ഹേ അംഗ, അല്ലയോ കുഞ്ഞെ, നൻവിധം അസമഞ്ജസം, ഇത് പൊരുത്തപ്പെടുത്താൻ കഴിയുന്നില്ലല്ലോ, ഇത് യുക്തിയുക്തമല്ലല്ലോ എന്നാണ് നിനക്ക് തോന്നുന്നതെങ്കിൽ മയാ സ്വദേഹസ്യ സർവജഗദ്ഘടിതത്വേന അനുഭവാത് ചക്ഷുരാദ്യപ്രവേശേന യദി തത്ര ജഗദദർശനം ബ്രൂഷേ തർഹി തത്രത്യ വേദശാസ്ത്രാദേ ശ്രോത്രേണ ശ്രവണം ന സ്യാദേവേതി മമ അസംഭാവനാം ലിംഗൈരുപലക്ഷ്യ തത് സംഭാവനാർത്ഥം സാ മാമാഹ അവേദേതി ദ്വാഭ്യ. രണ്ട് ശ്ലോകങ്ങൾക്ക് ഒരുമിച്ച് അർത്ഥം പറയുകയാണ്. അതായത് എല്ലാ ദൃശ്യങ്ങളും ഒരു ചിത്തിൻ്റെ ഉള്ളിൽ, ചിത്താകുന്ന ശരീരത്തിൻ്റെ ഉള്ളിൽ കാണപ്പെടുമ്പോൾ ഇതെങ്ങനെ സാധ്യമാകും, ഈ കാഴ്ച എങ്ങനെയാണ് യുക്തിക്ക് നിരക്കുക എന്ന് നീ സംശയിക്കേണ്ട കാര്യമില്ല. എന്തുകൊണ്ട്? സർവജഗത് ഘടിതത്വേന അനുഭവാത്, എല്ലാ ജഗത്തും ഈ ചിത്തിലാണ് നിലനിൽക്കുന്നത് എന്ന് സൂക്ഷ്മദൃഷ്ടിയുള്ള ഒരാൾക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റും. ദേഹാന്തശ്ചക്ഷുരാദ്യപ്രവേശേന, ശരീരത്തിൻ്റെ ഉള്ളിൽ കണ്ണിന് പ്രവേശമില്ലല്ലോ. നമ്മുടെ ശരീരാന്തർഭാഗത്തുള്ള അവയവങ്ങളെ കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല, പക്ഷേ വി ക്യാൻ ഫീൽ, വി ക്യാൻ എക്സ്പീരിയൻസ്. വയറുവേദന നമ്മൾ അനുഭവിക്കുന്നുണ്ടല്ലോ. വയറിൻ്റെ അന്തർഭാഗത്തുള്ള ചെറുകുടൽ, വൻകുടൽ മുതലായ അവയവങ്ങളെ നമ്മൾ കാണുന്നില്ലെങ്കിലും ഹൃദയത്തെ കാണാതെ തന്നെ ഹൃദയവേദന, ഹാർട്ട് അറ്റാക്കും മറ്റുമൊക്കെ വരുമ്പോഴേ, ഹൃദയാഘാതം വരുമ്പോൾ അതികഠിനമായ ഹൃദയവേദന ഒരാൾ അനുഭവിക്കുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ശരീരാന്തർഭാഗത്തുള്ള ഒരവയവത്തെയും നമ്മൾ നമ്മുടെ ഈ കണ്ണുകൾ കൊണ്ട് കണ്ടിട്ടില്ല, പക്ഷേ അതൊക്കെ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ആ അനുഭവത്തെ നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. ആ അവയവങ്ങൾ ഉള്ളിലുള്ളത് കൊണ്ടാണല്ലോ ഓരോ തരത്തിലുള്ള വേദനകൾ നമ്മൾ അനുഭവിക്കുന്നത്. അപ്പോൾ ചക്ഷുസ് ദേഹാന്തർഭാഗത്ത് പ്രവേശിക്കുന്നില്ല. കണ്ണുകൾക്ക് ശരീരാന്തർഭാഗത്തുള്ള അവയവങ്ങളെ കാണാൻ പറ്റില്ല എന്നുള്ളത് സത്യമാണെങ്കിലും തത്ര ജഗത് അദർശനം ബ്രൂഷേ, അതുപോലെ ചിത്തിൻ്റെ അകത്ത് ചിത്തിൻ്റെ ഉള്ളിൽ പ്രതിഫലിക്കുന്ന ദൃശ്യങ്ങളെ ചിത്തിന് കാണാൻ പറ്റില്ല എന്ന് നീ പറയരുത്. ചിത്ത് അനുഭവ സ്വരൂപമാണ്, എല്ലാം അനുഭവത്തിലാണ് നിൽക്കുന്നത്. ചിത്ത് തന്നിൽ നിഴൽ രൂപത്തിൽ പൊന്തിയ ഈ പ്രപഞ്ചത്തെ നാം ബാഹ്യവസ്തുക്കളെ കാണുന്നത് പോലെ ഒരിക്കലും കാണുന്നില്ല. പക്ഷേ തന്നിൽ ഒരു പ്രപഞ്ചമുണ്ട് എന്ന് ചൈതന്യം അറിയുന്നു. ആ പ്രപഞ്ചം തന്നിൽ നിന്ന് അന്യമല്ല എന്നും ആ ചിത്ത് അറിയുന്നു. അതാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. ഈശ്വരൻ്റെ അനുഭവം എന്താണ് എന്ന് ചോദിച്ചാൽ, ഈ പ്രപഞ്ചം എൻ്റെ ശരീരമാണ് എന്നാണ് അദ്ദേഹം അനുഭവിക്കുന്നത്. എല്ലാം എന്നിൽ നിലനിൽക്കുന്നു, എൻ്റെ അവയവങ്ങളാണ് ഈ കാണുന്നതെല്ലാം എന്ന് ഒരു സമഷ്ടിഭാവത്തിൽ ഈശ്വരൻ പ്രപഞ്ചത്തെ അനുഭവിക്കുന്നു. അതുകൊണ്ട് അദ്ദേഹത്തെ നമുക്ക് പ്രപഞ്ച ശരീരി എന്ന് പറയാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ അനുഭവം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമേ അല്ല. നമുക്ക് ഓരോരോ കുഞ്ഞു കുഞ്ഞു ശരീരങ്ങളെ മാത്രമേ അനുഭവിക്കാൻ പറ്റൂ. പ്രപഞ്ചത്തെ തൻ്റെ ശരീരമായി അനുഭവിക്കാൻ കഴിവുള്ളത് ഈശ്വരന് മാത്രമാണ്. മറ്റാർക്കും അങ്ങനെ അനുഭവിക്കാൻ പറ്റില്ല.
യതിതത്ര ജഗദദർശനം. അപ്പോൾ കണ്ണുകൾ ഇല്ലാതെ തന്നെ ചിത്തിൽ പ്രതിഫലിക്കുന്ന കാഴ്ചകളെ ചിത്ത് എങ്ങനെ അറിയുന്നു എന്ന് നീ ഒരു സംശയം ഉന്നയിച്ചാൽ, തർഹി തത്രത്യ വേദ ശാസ്ത്രാദേഹേ, ഈ ചിത്തിൽ തന്നെ പൊന്തിയവയാണ് വേദശാസ്ത്രങ്ങൾ. ആ വേദശാസ്ത്രങ്ങൾ ഈശ്വരൻ എന്താണെന്നും ഈശ്വരൻ്റെ അനുഭവം എന്താണെന്നും വ്യക്തമായി വെളിപ്പെടുത്തി തരുന്നു. ആ ശാസ്ത്രങ്ങളാകുന്ന ശ്രോത്രങ്ങളിലൂടെ ശാസ്ത്രങ്ങൾ പറയുന്നത് കേട്ട് അതിൽ നിന്നും കാര്യങ്ങളെ മനസ്സിലാക്കി, ശ്രോത്രേണ ശ്രവണം നസ്യാദേവേദി, വേദശാസ്ത്രങ്ങൾ ഈശ്വരൻ്റെ വാണികളാണ്. അതൊക്കെ ഓരോ മഹർഷിമാരിലൂടെ പ്രകടമാക്കപ്പെട്ടവയാണ്. ഈശ്വരൻ തന്നെ പ്രകടിപ്പിച്ചത് ഋഷിമാരിലൂടെയാണ്. അതുകൊണ്ടാണ് വേദങ്ങൾക്ക് ഇത്രയേറെ പ്രാമാണ്യത സിദ്ധിച്ചിരിക്കുന്നത്. ശ്രോത്രേണ ശ്രവണം നസ്യാദേവേദി. അപ്പോൾ ശാസ്ത്രങ്ങളാണ് മനുഷ്യരെ സംബന്ധിച്ച് ചെവികൾ. ശാസ്ത്രങ്ങൾ പറയുന്നത് കേട്ട് മനസ്സിലാക്കി സൂക്ഷ്മമായ കാര്യങ്ങളെക്കുറിച്ച് മനുഷ്യർ ഗ്രഹിക്കുന്നു. മമ അസംഭാവനാം ലിംഗൈരുപലക്ഷ്യ തത് സംഭാവനാർത്ഥം സാ മാമാഹ. അതുപോലെ ഈ ചിത്തിന് തൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ട് എന്നറിയാൻ ഒരു പ്രയാസവുമില്ല. 5 ഇന്ദ്രിയങ്ങളിലൂടെ മാത്രമേ അനുഭവമുള്ളൂ എന്ന് വിചാരിക്കരുത്. ചിത്തിന് ഇന്ദ്രിയ മനസ്സുകളുടെ സഹായമില്ലാതെ തന്നെ എന്തിനേയും അറിയാൻ കഴിയും. പക്ഷേ ആ അറിവ് തന്നിൽ നിന്ന് അന്യമായ ഒന്നിൻ്റെ അറിവല്ല, താൻ തന്നെയാണെല്ലാം എന്നുള്ള അറിവാണ് ചിത്തിനുള്ളത്. അപ്പോൾ ആ സ്ത്രീ എന്നോട് പറഞ്ഞു, അവേദേതി ദ്വാഭ്യാം ത്വദാദിഭിരശേഷൈരവിഭൂതൈ പ്രാണിഭി, നിന്നെപ്പോലെയുള്ള അനേകം ജീവികൾ, മനുഷ്യർ ഉൾപ്പെടെയുള്ള ശ്രേഷ്ഠരും നികൃഷ്ടരുമായ ജീവികൾ അവേദശാസ്ത്രത്വേന അഭിമതേപി, വേദശാസ്ത്രങ്ങളൊന്നും പഠിക്കാതെ തന്നെ മനുഷ്യർ പല കാര്യവും ഗ്രഹിക്കുന്നുണ്ട്. സൂക്ഷ്മമായ കാര്യങ്ങൾ എല്ലാവരും ഈ ഉപനിഷത്തും വേദങ്ങളും പഠിച്ചിട്ടല്ല ഈ സൂക്ഷ്മമായ ആത്മതത്വത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. ഇവയുടെ സഹായമില്ലാതെ തന്നെ ബാഹ്യാദന്യസ്മിൻ ദേഹാന്തർഗതേ ജഗതി, വേദശാസ്ത്രങ്ങളുടെ സഹായമില്ലാതെ തന്നെ പുറം ലോകത്തിലുള്ള വസ്തുക്കളെയും ശരീരത്തിൻ്റെ ഉള്ളിലുള്ള അവയവങ്ങൾ തുടങ്ങിയവയെക്കുറിച്ചും സ്വദേഹാലയ ഭിത്തേർ ഭാഗാത് എങ്ങനെ മനുഷ്യർ മനസ്സിലാക്കുന്നുവോ അതുപോലെ ഈ ചിത്താകുന്ന ശരീരത്തിൻ്റെ ഉള്ളിലുള്ള, എൻ്റെ ശരീരമാകുന്ന വീട്ടിൻ്റെ ഉള്ളിലുള്ള ചുവരുകളെയും തറയെയും മറ്റ് പദാർത്ഥങ്ങളെയും ഒരു വീട്ടുകാരൻ എങ്ങനെയാണോ ഒരു പ്രയാസവും കൂടാതെ അറിയുന്നത്, അതുപോലെ എല്ലാം ദേഹമാകുന്ന വീടിൻ്റെ ഭിത്തിക്കുള്ളിൽ ഒരു ജീവൻ അറിയുന്നു. ജീവൻ ചിദംശം തന്നെയാണ്. ഇതുപോലെ ബാഹ്യപ്രപഞ്ചത്തിലുള്ള എല്ലാറ്റിനെയും ഈശ്വരൻ തൻ്റെ അവയവങ്ങളായി അറിയുന്നു. അങ്ങനെ അറിയാൻ അദ്ദേഹത്തിന് ഒരു വിഷമവും ഇല്ല. സ്വദേഹാലയ ഭിത്തേർ ഭാഗാത് ഏകദേശഭൂതാത് സ്വസ്വ കർണഷഷ്കുലീ പ്രദേശാൻ നിത്യമനാഹതധ്വനി സർവവേദശാസ്ത്രാദി ശബ്ദസാമാന്യരൂപനാദാത്മക സ്വതശ്രൂയതയേവ. നമ്മുടെ തന്നെ ശരീരത്തിൻ്റെ ഒരവയവമാണ് ചെവി. ഈ ചെവിയുടെ ഉള്ളിലുള്ള ഒരു ഭാഗത്തെയാണ് കർണഷഷ്കുലി എന്ന് പറയുന്നത്. അതായത് കർണപുടമല്ല, അതായത് ആന്തരകർണം, കർണത്തിൻ്റെ ഏറ്റവും ഉള്ളിലുള്ള ഭാഗം. അവിടെയാണ് ശബ്ദത്തെ അറിയാനുള്ള പ്രക്രിയകളൊക്കെ നടക്കുന്നത്. അതിനെയാണ് കർണഷഷ്കുലി എന്ന് പറയുന്നത്. ആ കർണഷഷ്കുലി എന്നുള്ള സ്വസ്വ കർണഷഷ്കുലി പ്രദേശാത് ഓരോ വ്യക്തിയും അയാളുടെ തന്നെ
ആന്തരകർണത്തിലുള്ള ആ കർണശഷ്കുലി എന്നുള്ള സ്ഥലത്തിൽ, ആ പ്രദേശത്തിൽ നിത്യം അനാഹതധ്വനി, ധ്വനിയെ കേൾക്കുന്നു. നമ്മുടെ ഒരു വിചാരം എന്ന് പറഞ്ഞാൽ രണ്ട് ചെവിയും നമ്മുടെ വിരലുകൾ കൊണ്ട് പൂർണ്ണമായി അടച്ചു കഴിഞ്ഞാൽ നിശബ്ദതയാവും അനുഭവിക്കാൻ കഴിയുക എന്നാണ് പലരും വിചാരിക്കുന്നത്. അങ്ങനെയല്ല. രണ്ട് ചെവികളും വിരലുകൾ കൊണ്ട് പൂർണ്ണമായി, പുറത്തുനിന്ന് ഒരു ശബ്ദവും ഉള്ളിലേക്ക് കടക്കാതെ പൂർണ്ണമായി ഇങ്ങനെ പൂർണ്ണമായി അടച്ചു കഴിഞ്ഞാൽ നിശബ്ദതയ്ക്ക് പകരം ഒരു മുഴക്കമാണ് നിങ്ങൾ കേൾക്കുക. അതിനെയാണ് അനാഹതധ്വനി എന്ന് പറയുന്നത്. അനാഹതം എന്ന് പറഞ്ഞാൽ സാധാരണ ശബ്ദം ഉണ്ടാകുന്നത് ഒരു വസ്തു വേറൊരു വസ്തുവിൽ തട്ടുമ്പോഴോ തമ്മിൽ കൂട്ടിയിടിക്കുമ്പോഴോ ആണ്. ഈ ശബ്ദം ഒന്ന് വേറൊന്നുമായി സംഘട്ടനത്തിൽ ഏർപ്പെടാതെ തന്നെ ഉണ്ടാകുന്ന ശബ്ദമാണ് ഈ ചെവിക്കകത്തുള്ള മുഴക്കം. അതിനെയാണ് അനാഹതധ്വനി എന്ന്